സമനുൽ ഗസ്വത്തി, യുദ്ധത്തിൻ്റെ കാലം അല്ലെങ്കിൽ സമയം, യുദ്ധം നടക്കുന്ന സമയം. തബൂക്ക് യുദ്ധത്തെ പറ്റിയാണ് പറയുന്നത്. ആ തബൂക്ക് യുദ്ധം നടക്കുന്ന സമയമാണ് ഈ പാഠത്തിൽ പറയുന്നത്. വകാനത്ത് ആയിരുന്നു ഹാദിഹിൽ ഗസ്വത്തു, ഈ യുദ്ധമായിരുന്നു ഫി റജബ് മാസത്തിലായിരുന്നു. സനത തിസ്ഇൻ, ഹിജ്റ വർഷം 9-ാം വർഷമായിരുന്നു. ഹിജ്റ 9 റജബ് മാസത്തിലാണ് ഈ യുദ്ധം നടക്കുന്നത്. ഗസാഹ, ഈ യുദ്ധം ചെയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ യുദ്ധം ചെയ്തു. ഫി ഹജ്രിൻ ഷദീദിൻ, ശക്തമായ ചൂടിൽ. ഹീന താബത്തി സിമാറു വല്ലിലാലു, താബത്തി സിമാറു എന്ന് പറഞ്ഞാൽ ഫലങ്ങൾ നന്നാവുക, വല്ലിലാലു നിഴലും നന്നാവുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഉഷ്ണകാലമാണ്. സൈഫ്, ഉഷ്ണകാലം ആയപ്പോൾ എന്നാണ് ഉദ്ദേശം. ഈ ഫലങ്ങൾ നന്നായി ഉണ്ടാവുകയും എന്നിട്ട് ആ മരത്തിൻ്റെ തണലിൽ വിശ്രമിച്ചിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുന്ന ചൂട് സമയത്ത്, അതൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇവിടെ ഹീന താബത്തി സിമാറു വല്ലിലാൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം മൊത്തത്തിലർത്ഥം ഹീന താബത്തി സിമാറു വല്ലിലാലു, ഉഷ്ണകാലമായ സമയത്ത് എന്നാണ് അർത്ഥം, അതിൻ്റെ ആശയം വരുന്നത്. വസ്തഖ്ബല അവിടുന്ന് മുന്നിട്ടു, നേരിട്ടു അല്ലെങ്കിൽ അഭിമുഖീകരിച്ചു. സഫറൻ യാത്ര, ബഈദൻ വിദൂരമായ, ദീർഘിച്ച ദൂരമായ യാത്ര അവിടുന്ന് മുന്നിട്ടു. മഗാറൻ എന്ന് പറഞ്ഞാൽ വെള്ളമില്ലാത്ത സ്ഥലം എന്നാണ് പറയുന്നത്. മഗാറൻ ഫലാത്തുൻ ലാ മാഅ ഫീഹി, വെള്ളമില്ലാത്ത വിജനമായ സ്ഥലം. മഗാറൻ വെള്ളമില്ലാത്ത സ്ഥലങ്ങളും. വഅദൂവൻ ശത്രുവിനെയും, കസീറൻ ധാരാളം ശത്രുക്കളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഈ യുദ്ധത്തിൽ. ഫജല്ല അങ്ങനെ വ്യക്തമാക്കി കൊടുത്തു. ജല്ല എന്ന് പറഞ്ഞാൽ ഔളഹ. ഫജല്ല അങ്ങനെ അവിടുന്ന് വ്യക്തമാക്കി കൊടുത്തു. മുസ്ലിമീന മുസ്ലിങ്ങൾക്ക്, അമ്രഹും അവരുടെ കാര്യം, യുദ്ധത്തിന് പോകുന്ന കാര്യം എന്തായി കൃത്യമായി പറഞ്ഞു കൊടുത്തു. എന്തിനു വേണ്ടി? ലിയതഅഹബു അവർ ഒരുങ്ങാൻ വേണ്ടി. തഅഹബ യതഅഹബു എന്ന് പറഞ്ഞാൽ ഒരുങ്ങുക. ലിയതഅഹബു അവർ ഒരുങ്ങാൻ വേണ്ടി. അഹ്ബത ഗസ്വിഹിം അവരുടെ യുദ്ധത്തിൻ്റെ ഒരുക്കം നന്നായി ഒരുങ്ങാൻ വേണ്ടി മുസ്ലിങ്ങൾക്ക് എന്തായി കൃത്യമായി കാര്യം വിശദീകരിച്ചു കൊടുത്തു. ഫഅഖ്ബറഹും അങ്ങനെ അവിടുന്ന് അവരോട് വിവരമറിയിച്ചു. ബിവജ്ഹിഹി അവിടുത്തെ ഭാഗം, അല്ലതി എങ്ങനെയുള്ള ഭാഗം, യുരീദു അവിടുന്ന് ഉദ്ദേശിക്കുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന ഭാഗം ഏതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് മുസ്ലിങ്ങളോട് അറിയിച്ചു കൊടുക്കുകയും ചെയ്തു. വകാന ആയിരുന്നു അസ്സമനു ആ കാലമായിരുന്നു, സമന ഉസ്രത്തിൻ നാസി ജനങ്ങളുടെ ബുദ്ധിമുട്ടിൻ്റെ സമയമായിരുന്നു. വകാനായിരുന്നു അസ്സമനു ആ കാലമായിരുന്നു, സമന ഒരു കാലമായിരുന്നു, ഉസ്രത്തി ബുദ്ധിമുട്ടിൻ്റെ, അന്നാസ് ജനങ്ങളുടെ ബുദ്ധിമുട്ടിൻ്റെ, വല്ലാതെ ഞെരുക്കം, വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സമയമായിരുന്നു. അതേപോലെ ജദ്ബി വരൾച്ചയുടെയും സമയമായിരുന്നു. അൽബിലാദി നാടുകളൊക്കെയും വരണ്ട് നിൽക്കുന്ന, വല്ലാതെ ചൂടും അങ്ങനെ ആകെ പ്രയാസത്തിൽ നിൽക്കുന്ന ഒരു സമയമായിരുന്നു ഈ യുദ്ധം ചെയ്യുന്നത്. അപ്പോൾ തഅല്ലല അങ്ങനെ കാരണം പറഞ്ഞു അല്ലെങ്കിൽ ഒഴിവൊഴിവ് പറഞ്ഞു. അൽ മുനാഫിഖൂന കപടവിശ്വാസികൾ, ബിഇലൻ പല കാരണങ്ങൾ കൊണ്ട്. വകരിഹു അങ്ങനെ അവർ വെറുത്തു. അൽ ഖുറൂജ പുറപ്പെടൽ, മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെ പുറപ്പെടൽ. ഇഷ്ഫാഖൻ മിനൽ അദുവി ഷഫഖ് നമുക്കറിയാം അനുകമ്പ എന്നൊക്കെയാണ് അർത്ഥം. ഷഫഖൻ മിൻ എന്ന് പറഞ്ഞാൽ ഭയപ്പെട്ടു, ശത്രുവിനെ ഭയപ്പെടുക എന്നുള്ള അർത്ഥമാണ് വരിക. ഇഷ്ഫാഖൻ മിനൽ അദുവി ശത്രുവിനെ ഭയപ്പെട്ടതിന് വേണ്ടി. അൽ ഖവി ശക്തരായ, അൽ ഖാഹിരി അടിച്ചമർത്തുന്നവരായ. ഈ നേരിടാൻ പോകുന്ന ശത്രുക്കൾ എന്ന് പറയുന്നത് ഭയങ്കര ശക്തമായ സെറ്റപ്പുള്ള സൈന്യമാണ്. ആ സൈന്യത്തിനെ പേടിച്ചതിന് വേണ്ടി അവരെന്തായി ഒരുപാട് കാരണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു. അതേപോലെ എന്തായിട്ടും ഫിറാറൻ ഓടുന്നവരായിട്ടും, മിനൽ ഹജ്രി ശദീദി ശക്തമായ ചൂടിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയും. അതേപോലെ വസഹാദത്തൻ താല്പര്യമില്ലാത്തതിനാലും, ഫിൽ ജിഹാദി യുദ്ധം ചെയ്യാൻ വേണ്ടി താല്പര്യമില്ലാത്തതിനാലും, വശക്കൻ സംശയിച്ചതിന് വേണ്ടിയും, ഫിൽ ഹഖി യാഥാർത്ഥ്യത്തിൽ സത്യത്തിൽ, ഹഖിൽ അവർക്ക് സംശയമുണ്ടായതിനു വേണ്ടിയും. ഫീ ദാലിക ആ വിഷയത്തിലാണ് യഖൂലുല്ലാഹു തആല അല്ലാഹു തആല പറയുന്നത്. തൗബ സൂറത്തിലെ 81-ാമത്തെ ആയത്താണ്. ഫരിഹ സന്തോഷിച്ചു, അൽ മുഖല്ലഫൂന പിന്തിയവർ, ബിമഖ്അദിഹിം അവരുടെ സ്ഥാനത്ത് തന്നെ പിന്തിരിഞ്ഞിരുന്നവർ, ഖിലാഫ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എതിരായി അവരുടെ സ്ഥാനത്ത് തന്നെ പിന്തിയിരുന്നവർ സന്തോഷിച്ചു. വകരിഹു അങ്ങനെ അവർ വെറുക്കുകയും ചെയ്തു. അയ്യുജാഹിദു അവർ യുദ്ധം ചെയ്യാൻ, ബി അംവാലിഹിം അവരുടെ സമ്പത്തുകൾ കൊണ്ട്, വ അൻഫുസിഹിം അവരുടെ ശരീരങ്ങൾ കൊണ്ടും, ഫി സബീലില്ലാഹി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ. വഖാലു അവർ പറഞ്ഞു, ലാ തൻഫിറു എന്നാണ്, എൻഫിറു എന്നല്ല,
ലാ തൻഫിറു, നിങ്ങൾ ഇറങ്ങി പുറപ്പെടരുത്, ഫിൽ ഹജ്രി, ചൂടിൽ ഇറങ്ങി പുറപ്പെടരുത്. അവരെന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചില ആൾക്കാരോടൊക്കെ പറഞ്ഞതാണ്. ഖുൽ, നബിയെ താങ്കൾ പറയുക, നാറു ജഹന്നമ, നരകത്തിൻ്റെ തീ, അശദ്ദു, അതാണ് ഏറ്റവും കടുപ്പമേറിയത്, ഹർറൻ, ചൂടിനാൽ, ലൗകാനു, അവരായിരുന്നെങ്കിൽ, യഫ്ഖഹൂന, അവർ അറിഞ്ഞിരുന്നെങ്കിൽ, അവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ, നരകത്തിൻ്റെ ചൂടാണ് ഏറ്റവും വലിയ ചൂട്, ഇതൊന്നും വലിയ ചൂടല്ല എന്നവർ മനസ്സിലാക്കുമായിരുന്നു, അങ്ങനെ ഒരു യുദ്ധത്തിനും ഇറങ്ങുമായിരുന്നു എന്നാണ് പറയുന്നത്. സൂറത്ത് തൗബയിലെ 81-ാമത്തെ ആയത്താണ്.